رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരിമാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിയാളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ പടച്ച തമ്പുരാന്റെ പ്രീതിയും തൃപ്തിയും പൊരുത്തവും കാക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യകരമായ ഒരു മാസം നമ്മെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. ആ റമദാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. ഇൻഷാ അള്ളാഹ് ആ പരിശുദ്ധമായ മാസത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ, ഏറ്റവും ചൈതന്യവത്തായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള കഴിവ്, അവസരം, യോഗ്യത എല്ലാം റഹ്മാനായ റബ്ബ് നാം ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആത്മസംസ്കരണത്തിന്റെ മാസമാണ്. അങ്ങനെ തന്നെയാണ് നമ്മളതിനെ പറയാറുള്ളത്. എല്ലാ വിവാദത്തുകളും യഥാർത്ഥത്തിൽ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ളത് തന്നെയാണ്. നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും എല്ലാം മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്നത് തന്നെയാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വ്യക്തമായി ശരീരത്തിനു മേൽ ആത്മാവിനുള്ള ഒരു ഡോമിനേഷൻ, ഒരു മേൽക്കൈ, ഒരു പിടുത്തം, അത് കൃത്യമായിട്ട് നമ്മളെ ഒന്ന് പ്രാവർത്തികമായിട്ട് എടുക്കുക, അതിനെ നമ്മളെ പ്രാപ്യമാക്കുക, അതിനെ നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു, നോറ്റിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾ നോറ്റിട്ടുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിന് ശരീരത്തിന്റെ മേലുള്ള ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം, അതിന്റെ മേലുള്ള ഒരു ആധിപത്യം, അത് നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ എല്ലാ തെറ്റുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളിവിടെ പറഞ്ഞ ആയത്ത് നമ്മൾ ഏറെ കേൾക്കുന്ന ഒരു വചനമാണ്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ കൊണ്ടും അതിനെ അന്യോന്യമാക്കിയവനെ കൊണ്ടും സത്യം. ആര് ആ ആത്മാവിനെ സംസ്കരിച്ചുവോ അവൻ രക്ഷപ്പെട്ടു. നന്മ തിന്മകളെ കുറിച്ച് വ്യക്തമായ അവബോധം നിങ്ങളുടെ മനസ്സുകൾക്ക് നൽകിയിരിക്കുന്നു, ആത്മാവിന് നൽകിയിരിക്കുന്നു. ഏതാണ് തെറ്റ്, ഏതാണ് ശരി, ഏതോ ഹൈർ, ഏത് ഷർറ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സുകളിൽ, നിങ്ങളുടെ ആത്മാവിന് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആരാണോ ആ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നത്, അതിനെ പരിഗണിക്കുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചെടുക്കുന്നവരാരാണോ അവര് വിജയിക്കുന്നു. ആരാണോ അതിനെ തദ്സിയത്ത് നടത്തുന്നത്, അതിനെ ചവിട്ടി താഴ്ത്തി കളയുന്നത്, ഇകഴ്ത്തി കളയുന്നത് ആരാണോ അവര് പരാജയപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നാളെ പരലോകത്ത് വിജയിക്കുവാനുള്ള ആത്യന്തികമായിട്ടുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയപ്പെട്ടിട്ടുള്ള അതിനുള്ള കരണീയമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആത്മാവിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാന മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും പടച്ച ആ റബ്ബ്, എല്ലാറ്റിനെയും ഏറ്റവും മനോഹരമായിട്ട് പടച്ച റബ്ബ് ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ് ആരംഭിച്ചത്. ആദം അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ഓരോ മനുഷ്യന്റെയും അവന്റെ ശരീരത്തിലുള്ള ആകത്തുക നമ്മൾ എടുത്തു നോക്കിയാൽ ഈ മണ്ണിലുള്ള ഏതാനും മൂലകങ്ങൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ളത്. സോഡിയവും പൊട്ടാസ്യവും മാംഗനീസും മെഗ്നീഷ്യവും ഫോസ്ഫറസും കാൽസ്യവും അയേണും കുറച്ച് വെള്ളവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ മൂലകങ്ങളുടെ ആകത്തുകയായി. ഇതെല്ലാമാണോ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ ഇടിച്ചു പിഴിഞ്ഞിട്ട് വേറെ വേറെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ മൂലകങ്ങളെ കിട്ടുകയുള്ളൂ. ഇതാണ്. പക്ഷെ ഇതല്ലല്ലോ മനുഷ്യൻ. ഇതിനപ്പുറത്ത് മനുഷ്യനായിട്ട് നമ്മളെ മാറ്റുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ثم سواه ونفخ فيه من روحه وجعل لكم السمع والابصار والافئده قليلا ما تشكرون. പിന്നെ നിങ്ങളുടെ ആത്മാവിനെ അവൻ ചൊവ്വാക്കി, അവൻ ചിട്ടപ്പെടുത്തിയെടുത്തു. അതിൽ ആ അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന്, അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്ന് അതിലേക്ക് ഊതുകയും ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് നിങ്ങൾ മണ്ണിന്റെ ഭാഗമായ ശരീരം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ
മറുഭാഗത്ത് അള്ളാഹുവിന്റെ ഭാഗമായ ആ റൂഹ്, ആ ദൈവികമായിട്ടുള്ള ഒരു റൂഹിന്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് മനുഷ്യൻ്റെതായ അല്ലെങ്കിൽ ജന്തുക്കളുടേതായ കുറേ സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ട്, മണ്ണിൻ്റെതായ സ്വഭാവങ്ങൾ, കുറെ മണ്ണിന്റെ പ്രകൃതി നിങ്ങളിലുണ്ട്. വേറൊരു ഭാഗത്ത് നിങ്ങളിൽ കുറെ വിണ്ണിന്റെ പ്രകൃതിയുമുണ്ട്. എന്താണ് വിണ്ണിന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ? പടച്ചോന്റെ സ്വഭാവങ്ങൾ, അള്ളാഹുവിന്റെ ചില സ്വഭാവങ്ങൾ. ആ ഒരാളോട് കരുണ തോന്നുക, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുക, പുറത്തു കൊടുക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കുറേ ദൈവികമായ ഗുണങ്ങളും അതോടൊപ്പം തന്നെ മൃഗീയമായ ഗുണങ്ങളും ഇതിന്റെ രണ്ടിന്റെയും ഒരു മേളനമാണ്, ഒരു സാകല്യമാണ്, ഒരു കൂട്ടായ്മയാണ് ഓരോ മനുഷ്യനും എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എടുത്തു നോക്കിയാൽ ഇതില് ഒരു ഭാഗത്ത് മണ്ണിന്റെ അംശമാണുള്ളതെങ്കിൽ മറുഭാഗത്ത് നമ്മുടെ ആത്മാവിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സവിശേഷമായി പടച്ചതമ്പുരാൻ നൽകിയ കുറേ ദൈവിക ഗുണങ്ങളുടെ ഒരു വിളനിലമാണ് നമ്മുടെ ആത്മാവ് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഏതിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്, ഏതിനെയാണ് അവഗണിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനുഷ്യനോ മൃഗമോ മനുഷ്യമൃഗമോ എന്തോന്നാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മലായികത്തുകളോളം നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരമായ ഏറ്റവും മനോഹരമായ ഒരു രീതിയിൽ റബ്ബ് നിങ്ങളെ പടച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങളിൽ അധമന്മാരും നീചന്മാരുമായിട്ട് നിങ്ങൾക്ക് മാറുവാനും കഴിയും. മലായികത്തുകൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്തടത്തേക്ക് മനുഷ്യൻ പോയിട്ടില്ലേ? മെഹ്റാജ് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ടത് എവിടെയാ? മലക്കുകൾ പോയിട്ട് പിന്നെ മലക്കുകൾ പറഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അവിടേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അങ്ങനെ നിങ്ങൾക്ക് മലക്കുകളെക്കാൾ ഉയരാൻ കഴിയും മനുഷ്യന്, മലാഖമാരെക്കാൾ ഉയരാൻ കഴിയുന്ന മനുഷ്യൻ. അതോടൊപ്പം ശൈത്താനേക്കാൾ മോശമാകാൻ കഴിയും. അവര് മൃഗങ്ങളെ പോലെയാ അല്ല, ചിലപ്പോ അതിനേക്കാൾ മോശമാകാനും കഴിയും. അപ്പൊ നിങ്ങളുടെ ഈ ജന്തുക്കളുടേതായ ഗുണവും ദൈവികമായ ഗുണവും, ഈ രണ്ട് ഗുണങ്ങളിൽ ഏതിനെ നിങ്ങൾ പരിരക്ഷിക്കുന്നു, ഏതിനെ നിങ്ങൾ പരിഗണിക്കുന്നു, ഏതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഏതിനെ നിങ്ങൾ അവഗണിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു നല്ല മനുഷ്യനോ മോശമായ മനുഷ്യനോ ആയി മാറുന്നത്. നിങ്ങളുടെ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിൽ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുക. നമുക്ക് ഈ പറഞ്ഞതുപോലെ മണ്ണിന്റെയും വെണ്ണിന്റെയും ഒക്കെ സാകല്യമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെയും പടച്ചതമ്പുരാന്റെ ഗുണങ്ങളുടെയും അതേപോലെ തന്നെ ജന്തുക്കളുടെ ഗുണങ്ങളും ഇത് രണ്ടും നമ്മളിലുണ്ട്. ഇതിൽ ഏതിനെ പരിഗണിക്കുന്നു ഏതിനെ അവഗണിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നമ്മളുടെ ഈ നഫ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തിന് മേലുള്ള ആ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യൻ മൃഗമായിട്ട് മാറുന്നത്. ഒരു വരയുണ്ട്, അല്ലെങ്കിൽ ഒരു അതിർവരമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പാലിക്കാതെ മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പോഴാണ് മനുഷ്യൻ എന്തായി മാറുന്നത്? അവൻ മൃഗമായിട്ട് മാറുന്നത്. അതല്ലാതെ അവൻ യഥാർത്ഥ മനുഷ്യനായി മാറണമെങ്കിൽ ആ വരുതുക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അവനെ പരിശീലിപ്പിക്കണം. അതിന്റെ അപ്പുറം ചാടുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളാണ്, അവന്റെ മോഹങ്ങളാണ്, അവന്റെ താല്പര്യങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ആ മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒത്തവണ്ണം അതിനെ കയറൂരി വിടാതെ കണ്ട് അതിനെ ഒരു വരുതിക്ക് നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെയൊന്ന് നമ്മുടെ ശരീരത്തെ നമുക്കൊന്ന് നിയന്ത്രിക്കുവാനുള്ള ഒരു പരിശീലനം കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് കുറച്ച് ഭക്ഷണം ഒഴിവാക്കലോ, അല്ലെങ്കിൽ വെള്ളം ഒഴിവാക്കലോ, അതേപോലെ തന്നെ മൈഥുനം ഒഴിവാക്കലോ, അതേപോലെ തന്നെ വേറെ ചില സംഗതികൾ ഒഴിവാക്കലോ മാത്രമല്ല നോമ്പ്. അതിന്റെ അപ്പുറത്ത് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഒപ്പം സ്ഫുടം ചെയ്തെടുക്കുന്ന, ഒപ്പം ഒരു പരിധിയിൽ നിർത്തുന്ന, ഒരു നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുവാൻ വേണ്ടി പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു മനോഹരമായ ഒരു പ്രക്രിയ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ പുറമേക്കുള്ള ഹാവഭാവങ്ങളിലേക്കോ
ഒന്നും ആ റബ്ബ് നോക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ കൽബിലേക്കാണ് നോക്കുക. നിങ്ങൾ ഈ അമലൊക്കെ ചെയ്യുമ്പോൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുന്നു, ഭക്ഷണമില്ലാതിരിക്കുന്നു, വെള്ളമില്ലാതിരിക്കുന്നു എന്നുള്ളതിലേക്കെല്ലാം നോക്കുക. അതിനപ്പുറത്ത് ഈ കൽബില് ഈ പറയപ്പെട്ട കർമ്മം നിങ്ങളുടെ കൽബിനെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, എന്തുമാത്രം അത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് റഹ്മാനായ റബ്ബ് നോക്കുക. അതിലേക്ക് നോക്കുന്നവനാണ് ആ പടച്ച തമ്പുരാൻ. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പരിഗണിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ ശരീരത്തിനെ ആത്മാവിനെ കൊണ്ട് നിയന്ത്രിക്കുവാൻ പര്യാപ്തമായ രൂപത്തിൽ ശരീരത്തിന് മേൽ ആത്മാവിന് ഒരു മേൽക്കൈ ലഭിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ആത്മാവിന്റെ ഈ ഒരു നിയന്ത്രണ വിധേയമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ അമലും നമ്മൾ എടുത്തു വരുമ്പോൾ ആ അമലുകളെല്ലാം ആത്മാവിന് ചില താല്പര്യങ്ങളുണ്ട്, ശരീരത്തിന് ചില താല്പര്യങ്ങളുണ്ട്, കാമനകളുണ്ട്, മോഹങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമുണ്ട്. അതിനൊക്കെ അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ തടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ഈ അമലുകളാണ്, ഈ ഇബാദത്തുകളാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു നമസ്കാരക്കാരൻ, ഒരു നമസ്കരിക്കുന്ന ആളുകൾ, അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾക്ക് തന്റെ ശരീരത്തിന് വളരെ മോശപ്പെട്ട പല താല്പര്യങ്ങളും ഉണ്ടാവും, പല ആഗ്രഹങ്ങളും ഉണ്ടാവും, പല കാമനകളും ഉണ്ടാവും, പല മോഹങ്ങളും ഉണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് ആ നമസ്കാരം അയാളെ അങ്ങ് തടുത്തു കളയും. കാരണം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്നവനാണ്, പടച്ച തമ്പുരാന്റെ മുമ്പിൽ എത്തുന്നവനാണ് എന്നൊരു ബോധം കൃത്യമായിട്ട് അവനെ അത് തടുക്കും. ഇതേപോലെ തന്നെ ആയിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നോമ്പും, നിങ്ങളുടെ അതുപോലുള്ള എല്ലാ ഓരോ അമലുകളും എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്കിവിടെ ഒരു കാര്യത്തിലൊക്കെ നോക്കുക, എന്താണ് നമ്മുടെ ശരീരം, എന്താണ് എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇത് തുടങ്ങിയത്. നോക്കുക, ശരീരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അത് മണ്ണിന്റെ കുറെ അംശങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. ആത്മാവ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അത് പടച്ച തമ്പുരാനിൽ നിന്ന് സവിശേഷമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. ശരീരം എന്ന് പറയുന്നത് നശിക്കുന്നതാണ്, യാതൊരു സംശയമില്ല, അതങ്ങ് നശിച്ചു പോകും. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് അത് അനശ്വരമാണ്, ഒരിക്കലും നശിച്ചു പോയില്ല. എന്ന് മാത്രമല്ല, ശരീരം നശിച്ചാലും നമുക്കവിടെ ജീവിക്കാൻ കഴിയും, ശരീരം നശിച്ചാലും ജീവിക്കാൻ കഴിയും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാളുടെ ശരീരത്തിൽ കിഡ്നി പോയി, ജീവിക്കാൻ പറ്റില്ലേ? കിഡ്നി കിട്ടാനുണ്ട്. ഹാർട്ട്, കൃത്രിമമായിട്ടുള്ള ഹാർട്ടുണ്ട്, അല്ലാതെ വാങ്ങിയിട്ട് ഹാർട്ട് ഉപയോഗിക്കാനുള്ള പുതിയ കാലഘട്ടം വന്നിട്ടുണ്ട്. ഒരു കൈ പോയാൽ ജീവിക്കാം, കാല് പോയാൽ ജീവിക്കാം, കണ്ണു പോയാൽ ജീവിക്കാം, അങ്ങനെ എന്ത് പോയാലും ജീവിക്കാം. റൂഹ് പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റാത്തുള്ളൂ. അപ്പൊ ശരീരം എന്ന് പറയുന്നത് നശിക്കുന്ന ഒന്നാണ്, അത് നശിച്ചു പോകുന്ന ഒരു സാധനമാണ്. അതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റും, വേറെ സാധനം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. ഇപ്പോഴത്തെ പൊതുപ്പണിത്തരങ്ങൾ കണക്കാക്കണ്ട. ഇപ്പൊ ഇവിടെ പൊതുപ്പത്തിൽ തെരുവിൽ എല്ലാ കടകളും ഉണ്ട് അല്ലേ? പക്ഷെ ഇനി ഒരു കടയിൽ കൂടെ വരും, ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ, അവയവങ്ങളുടെ കട. അത്യാവശ്യം വേണ്ട അവയവം അവിടെ നിന്ന് പോയിട്ട് മാറ്റി ഫിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു കാലം അനധിവിദൂരമായ അല്ലാത്ത ഒരു ഭാവിയിൽ അടുത്തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ ഇങ്ങനെ കിട്ടും. വെച്ചോക്ക് എന്താ സാഹിബ്, ഷുഗർ ഇപ്പം എങ്ങനെയുണ്ട്? മൂത്ത ചക്കൻ അവിടെ സെയിൽസ് വരുമ്പോൾ ഒരു പാൻക്രിയാസ് കൊണ്ടുവന്നു, അൽഹംദുലില്ലാ അപ്പൊ തരക്കടില്ല. രണ്ടാമത്തെ വരുമ്പോൾ സെഞ്ചിയിൽ വരുമ്പോൾ ഒരു കിഡ്നി കൊണ്ടുവന്നു, അത് പിന്നെ അതും ഉഷാറായി. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നൊരു കാലം അതിനടുത്ത് തന്നെ ഉണ്ടാവും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായി നശിച്ചു പോയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് ശരീരം. പക്ഷേ നഷ്ടപ്പെട്ട ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സാധനമാണ് ആത്മാവ്. ഇതിൽ ശരീരത്തിനെ എത്ര പരിഗണിക്കുന്നു, ആത്മാവിനെ എത്ര പരിഗണിക്കുന്നു? നശിച്ചു പോയാൽ ഒരിക്കലും കിട്ടാത്ത ആത്മാവിനെയാണോ പരിഗണിക്കേണ്ടത്, നശിച്ചുവാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ശരീരത്തെയാണോ പരിഗണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആത്മാവിനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശരീരത്തിനെയാണ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ടിട്ട് നമുക്ക് ആത്മാവിന് എത്ര സമയം കൊടുത്തു, ശരീരത്തിന് എത്ര സമയം കൊടുത്തു നോക്കിന്ന്. ഇന്ന് രാവിലെ തൊട്ട് രാവിലെ സുബഹി എണീറ്റു, സുബഹി നിസ്കരിച്ചു, അതൊക്കെ ആത്മാവിന് കൊടുക്കുന്ന സമയമാണ് അല്ലേ? അൽഹംദുലില്ലാഹി അൽദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൽ നുശൂർ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് അതിനെ നിങ്ങൾക്ക് ആത്മാവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഫലം ആത്മാവിനെ ലഭിക്കുന്ന, അതിനെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പടച്ചോന്റെ ഓർമ്മയോടുകൂടി ദക്റല്ലാഹു തആല, അള്ളാഹുവിന്റെ ദിക്റോടുകൂടി നിങ്ങൾ ഉണർന്നു. മാഷാ അല്ലാഹ്. അതിനുശേഷം എന്താ ചെയ്ത്? ബ്രഷ് ചെയ്തു, ശരീരത്തിനെ കുറെ പരിഗണിച്ചു, അതിന് വേണ്ടതൊക്കെ ചെയ്തു. അതിനുശേഷം നിസ്കരിച്ചു ഒരു 5 മിനിറ്റ്, സുബഹി ഒരു 5 മിനിറ്റ്. ഇനി അധികം മിനിറ്റങ്ങ് നീട്ടിയാൽ നിങ്ങൾ വല്ലാത്ത അസ്വസ്ഥത, ബാക്കിലുള്ള സ്ഥലത്തൊക്കെ പ്രകടിപ്പിക്കും.
അയാൾ നീട്ടി ഓതും, ആ പള്ളിക്ക് പോകണ്ട, നമുക്ക് അവിടേക്ക് പോവുക. വേഗം ചുമയ പിടുത്തപ്പെടുന്ന പള്ളിക്കാണ് ആളുകൾ വേഗം ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ വേഗം പിടുത്തപ്പെടും. അങ്ങനെ 5 വക്ത് നിസ്കാരം കൂടി നമ്മൾ എടുത്തു നോക്കിയാലോ, ഒരു പരമാവധി ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് ആത്മീയമായിട്ടുള്ള പരിഗണന എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിനെ പരിഗണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദിക്റാണ്, സ്വലാത്താണ്, അതേപോലെ നമസ്കാരമാണ്, തസ്ബീഹാണ്, തഹ്മീദാണ്, തഹ്ലീലാണ്, ദിക്ർ, ഇതൊക്കെയാണ്. അങ്ങനെ ഒക്കത്തിനും കൂടെ നിങ്ങളുടെ ആത്മാവിനെ പരിഗണിക്കുവാൻ വേണ്ടി പടച്ചവനുമായിട്ടുള്ള ഓർമ്മയും ബോധവും ചിന്തയും മനനവും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ എത്ര സമയം ചെലവഴിക്കേണ്ടതെന്ന് നോക്കിയാൽ പരമാവധി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഉണ്ടാകാം. ബാക്കി 23 23.5 മണിക്കൂർ എന്തിന് ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സാധനത്തിന് നേട്ടക്കാൻ തന്നെ. രാവിലെ എണീച്ച് വാക്കിങ്ങിന് പോയി, ജോഗിങ്ങിന് പോയി, അതേപോലെ തന്നെ അതിനെ കുളിപ്പിച്ചു, അതിന് വേണ്ട പൗഡർ ഇട്ടു, അതിന് വേണ്ട ഓയിലുകളൊക്കെ ഇതാക്കി, അതിന് ഫേഷ്യൽ ചെയ്തു, അതിന് മറ്റേത് ചെയ്തു, ഇങ്ങനെ ഓരോന്നായിട്ട് വൈകുന്നേരം വരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ സമയത്തിൻ്റെ സിംഹഭാഗവും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് നിങ്ങളുടെ ശരീരത്തെ പരിഗണിക്കാനാണ്. അതിന് ചൂട് വന്നപ്പോൾ ഫാൻ്റെ കൊണ്ടുകൊണ്ടിരുത്തി, അതിന് തണുപ്പ് വന്നപ്പോൾ പുതപ്പിച്ചു, അതിന് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു, അതിന് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തു, അതിന് അല്പം ഒന്ന് ആസ്വദിക്കണമെന്ന് തോന്നിയപ്പോൾ ടിവിയുടെയോ മറ്റേതിൻ്റെയൊക്കെ മുമ്പിൽ ചെന്നിരുന്നു, അങ്ങനെ കുറച്ച് വിശ്രമിക്കണമെന്ന് തോന്നിയപ്പോൾ കിടക്കാൻ വെച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇതൊക്കെ ശരീരത്തെ പരിഗണിക്കുക. ഇതേ സമയം ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, നശിക്കാത്ത സാധനം, അതിനെ നമ്മൾ എന്താ ചെയ്ത് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണോ അതിനെ പരിഗണിച്ചത് അവനാ വിജയിക്കുക. വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാവിനെ പരിഗണിച്ചു കൊള്ളട്ടെ. ആത്മാവിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ ആത്മാവിന് തന്നെ ഒരു താല്പര്യമുണ്ട്. അത് നന്മയുടെ ഭാഗം, നന്മേച്ചുവാണ് നമ്മുടെ ആത്മാവ്. നന്മയോടാണ് താല്പര്യം, അല്ലാണ്ട് തിന്മയോടല്ല. നിങ്ങൾ ബസ്സിൽ കയറി ഒരു ടിക്കറ്റ് കൊടുത്തു, 10 രൂപ ടിക്കറ്റ് കൊടുത്തു. 8 രൂപയാണ് ടിക്കറ്റ്, 10 രൂപ കൊടുത്തു, 2 രൂപ തന്നില്ല. തരാ പറഞ്ഞ് തന്നില്ല. കൂടുതൽ എന്ന് വിചാരിക്കാം. ഇപ്പോൾ എത്ര ടിക്കറ്റ് നോക്കിയിട്ട് അങ്ങനെ ഒരു സംഖ്യ അയാളുടെ കയ്യിൽ പെട്ടു, കിട്ടിയില്ല. ഇറങ്ങി സമയത്ത് നിങ്ങളും വാങ്ങാൻ വിട്ടുപോയി, നിങ്ങൾക്ക് എന്നെ ചീറ്റ് ചെയ്യപ്പെട്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, പഹയം പറ്റിച്ചു എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായില്ല. തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. നമുക്കൊരു കുറ്റബോധം, നമുക്കൊരു നഷ്ടബോധം, ഞാൻ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു, ഏമാത്തുപോയി എന്നുള്ളൊരു ചിന്ത വന്നു. അതേസമയം അതേ ബസ്സിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇരിക്കുന്നു, ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള ഒരാൾ വരുന്നു, ഒരു കണ്ണു കാണാത്ത ഒരാൾ വരുന്നു, നിങ്ങൾ 5 രൂപ എടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 രൂപ എടുത്ത് കൊടുക്കുന്നു. നേരത്തെ 2 രൂപ പോയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. ഈ 10 രൂപ കൊടുത്തപ്പോഴോ സന്തോഷം. അപ്പൊ ഈ നന്മ ചെയ്തപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷവും, നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു തെറ്റോ തിന്മയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടു ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടവും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളുടെ ആത്മാവിൽ ഇത് രണ്ടിനെയും ഞാൻ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആത്മാവിന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് നന്മയുടെ ഭാഗത്തേക്ക്, നന്മേച്ചുവാണ്, നന്മയിലേക്ക് പോകുന്ന, അതിലേക്ക് തിരിയാനാണ് താല്പര്യം. അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അലി തൻതാവി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു നല്ല ഉദാഹരണം പറയുന്നത്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മത്സ്യം മീന്, പൊരിച്ച മീനുണ്ട്, അത് ഒരെണ്ണം എടുത്തിട്ട് നിങ്ങളുടെ പെറ്റ് ആയിട്ടുള്ള പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. ആ പൂച്ച സുഖമായിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നു, ഒരു പേടിയും പെരുകാറ്റും ഇല്ല, ഒരു വിഷമവും ഇല്ല, സുഖമായിട്ട് ഇരുന്ന് വാലാട്ടി അവിടെ നിന്ന് തിന്നുന്നു. അടുത്ത ദിവസം ഇതേ പൂച്ച നിങ്ങൾ ആ മീൻ പൊരിച്ച് വെച്ചത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ അങ്ങോട്ടോ പോകുന്ന സമയത്ത് ഇതേ പൂച്ച വന്ന് പാത്രം തട്ടിമറിച്ച് ആ മീനിനെ തിന്നുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് തിന്നുകയാണോ ചെയ്യുക, മീൻ കൊണ്ട് പായുകയാണോ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് പായും. അതവിടെ ഇരുന്ന് തിന്നില്ല, അത് പായും മീനുണ്ട്. എന്താ കാരണം? ആദ്യം തിന്നത് ഹലാലാണെന്ന്, രണ്ടാമത് തിന്നത് ഹറാമാണെന്നും ആരെയും പഠിപ്പിച്ചു കൊടുത്തു? നിങ്ങളോടൊപ്പം ജീവിച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത ചില പരിശീലനത്തിൽ ഏതോ ഒരിക്കൽ കട്ടു നിന്നപ്പോൾ ഒരു അടി കൊടുത്തിട്ടുണ്ട്.
അപ്പൊ മനസ്സിലായി ഇനി അങ്ങനെ തിന്നു കഴിഞ്ഞാൽ അടി കിട്ടും, ആയതുകൊണ്ട് പിന്നെ കാണാതെ തിന്നേണ്ടതുണ്ട് എന്ന് പഠിച്ചു. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു പൂച്ചയ്ക്ക് പോലും ഹലാലും ഹറാമും തിരിയുമെങ്കിൽ നീ എന്തും ഇതൊരു പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ അത് പടച്ചോനെ അങ്ങനെ ആയിപ്പോയി, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, അങ്ങനെ പെട്ടുപോയി, ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും നിനക്ക് പറയാൻ കഴിയില്ല. ഒരു എതിറും പറയണ്ട. നിന്നെ കണ്ടുകൊണ്ട് ഒരു മൃഗത്തിന് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന റബ്ബ് നിന്റെ മനസ്സിൽ നന്മയെ പറ്റിയും തിന്മയെ പറ്റിയും ഒക്കെ എന്നിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൽ എന്താണ് പാപം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നിന്റെ മനസ്സിൽ എന്തോ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നത് ഒരു പണി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയാണ്, ഔ ചെയ്യേണ്ടിയിരുന്നില്ല, അത് വേണ്ടിയിരുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പാപമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. അപ്പൊ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് നഫ്സുൽ ലവ്വാമ, മനസ്സിന് അങ്ങനെ ഒരു മനസ്സ്, നമ്മുടെ മനസ്സ് തെറ്റുകളിലേക്ക് ചാഞ്ഞു പോകുന്ന, അതോടൊപ്പം തന്നെ ശക്തമായിട്ട് നമ്മളെ ഒരു നഫ്സുൽ അമ്മാറുണ്ട്, തെറ്റിലേക്ക് ചാഞ്ഞു പോകുന്ന. രണ്ടാമത് നഫ്സുൽ ലവ്വാമ, ശക്തമായിട്ട് ഇങ്ങനെ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുന്ന, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്ത് അബദ്ധമായിപ്പോയി, മോശമായിപ്പോയി എന്നും മറ്റുമൊക്കെ പറയുന്ന. ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് നഫ്സുൽ മുത്മഇന്ന. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തുൻ മർദിയ എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ ഒരു ആത്മാവിലേക്ക് ഈ ആത്മാവിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ എല്ലാ സംഗതികളുടെയും എല്ലാ അമലുകളുടെയും ഇബാദത്തുകളുടെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ നോമ്പ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ ഇതൊരു വാഹനമാണ് മനസ്സിലാക്കുക. ഈ ശരീരം എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ആ ശരീരത്തിനകത്തുള്ള ആത്മാവ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, അതൊരു ഡ്രൈവറാണ്. ഈ വാഹനത്തിന്റെ ഒരു ഡ്രൈവറാണ്. ഒരു വാഹനം അത് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ആ വാഹനം വിടുകയാണെങ്കിൽ അത് ചെന്ന് നാശപ്പെട്ടു പോകും. ഊട്ടിയിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടിയിൽ നമ്മളിങ്ങോട്ട് പോരുകയാണ്, വണ്ടിന്റെ ത്വര എന്ന് പറഞ്ഞാൽ വേഗം ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ. ഡ്രൈവർ വണ്ടിന്റെ ഇഷ്ടത്തിന് വിട്ടാലോ യാതൊരു സംശയമില്ല, അത് ചെന്ന് നാശമാണ്. ഇതേപോലെ തന്നെയാണ് ശരീരത്തിന്. നിങ്ങളുടെ ശരീരത്തിന് ചില താല്പര്യമുണ്ട്, കാമങ്ങളുണ്ട്, മോഹമുണ്ട്, ലോഭമുണ്ട്, അങ്ങനെ പല വികാരങ്ങളുണ്ട് ശരീരത്തിന്. ആ വികാരത്തിന് ശരീരത്തെ അങ്ങോട്ട് ആത്മാവ് കയറുകയാണ്, ഇത് പോയിക്കോ എങ്കിൽ ഹസ്ര ദുനിയാവല്ലാഹ്, ഈ ദുനിയാവും അവൻ നഷ്ടപ്പെട്ടു, നാളെ പരലോകത്തും നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഒരു ഡ്രൈവർ വണ്ടിയെ നിയന്ത്രിച്ച് ബ്രേക്ക് ഔട്ടി ഗിയർ ഡൗൺ ചെയ്തിട്ടൊക്കെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത്, അതേപോലെ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ച് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് അഫ്ലഹ മൻ സക്കാഹ, അത് നിയന്ത്രിച്ചവൻ, സംസ്കരിച്ചവൻ, പരിഗണിച്ചവൻ അവൻ രക്ഷപ്പെട്ടു, പരിഗണിക്കാത്തവൻ, അവഗണിച്ചവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തു. നോമ്പിൽ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നോമ്പില് ഭയങ്കര ദേഷ്യം കൊണ്ട് വരും. ഇപ്പൊ നോമ്പുകാലത്ത് എന്താ വേണ്ടത് അല്ലേ? ചായ കുടിച്ചിട്ടില്ല, ബെഷി പിടിച്ചിട്ടില്ല, അതേപോലെ തന്നെ പല ശീലങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്, അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ടെൻഷൻ, നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതൊക്കെ ദേഷ്യമായിട്ട് നിർഗളിക്കുന്ന സമയത്ത് ഒരു നോമ്പുകാരനോട് ഒരാൾ കണ്ട് മെക്കിട്ട് കയറി വന്നാൽ അയാൾ എന്താ പറയേണ്ടത്? നിസ്സായം. നിങ്ങൾ ഉദ്ദേശിക്കണമെന്നില്ല, ഞാനിപ്പോ ഒരു പരിശീലനത്തിന് എൻ്റെ ശരീരത്തെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആയതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഞാനങ്ങനെ പ്രതികരിക്കില്ല. എന്റെ ശരീരത്തിന് ആഗ്രഹം ഉണ്ടാവും, പറഞ്ഞ് അപ്പൊ അവൾക്കെന്തോ ചെയ്യണം പറയണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ശരീരത്തിന് ഞാനങ്ങനെ വിട്ടുകൊടുക്കൂല, ഞാനങ്ങനെ നിയന്ത്രിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആത്മാവിന് ശരീരത്തിന് മേലുള്ള ആത്മാവിന്റെ പിടുത്തം, ആത്മാവിന്റെ നിയന്ത്രണം അത് ഉണ്ടാക്കിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത് എന്ന ഒരു ഓർമ്മയോടുകൂടി ബോധത്തോടുകൂടി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആര് ആ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നാളെ ചെന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന ഓർമ്മയോടുകൂടി അങ്ങനെ അതിന് ആ ഹവയ്ക്ക് കീഴ്പ്പെടാതെ, അവന്റെ ഇച്ഛകൾക്ക് താല്പര്യങ്ങൾക്ക് ഒന്നും കീഴ്പ്പെടാതെ ആര് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ അവനാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ല അതേസമയം വേറെ എങ്ങനെയും നോക്കാം, ഫൈനൽ ജന്ന അമ്മാമൻ എന്നാൽ അവന്റെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ഈ പറയപ്പെടുന്ന നിയന്ത്രണങ്ങളെയൊക്കെ മറികടന്നിട്ട് അതിന്റെ ഇഷ്ടത്തിന് പോകാനാണ് നിങ്ങൾ ആത്മാവിനെ വിടുന്നതെങ്കിൽ നരകമായിരിക്കും നിങ്ങളുടെ സങ്കേതം. അപ്പൊ ആയതുകൊണ്ട് നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ നരകവും ഇത് രണ്ടും തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്.
അപ്പൊ നിങ്ങളുടെ ശരീരം ജയിലില് നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ അവിടെ ചെറിയ കൗൺസിലിംഗ് ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ അവരോട് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ബോൺ ക്രിമിനലൊന്നും അല്ല, ഞങ്ങള് നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളാ, പക്ഷെ ഒരൊറ്റ മിനിറ്റ് സാറേ പറ്റിപ്പോയി, ഒരൊറ്റ മിനിറ്റ് ഞാനങ്ങ് ചെയ്തു പോയി, ഞാനങ്ങനെ പ്രവർത്തിച്ചു പോയി, എനിക്കൊരു മിനിറ്റ് ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് 100 വട്ടപ്പോൾ ബോധ്യമുണ്ട്, പക്ഷെ ഒരു മിനിറ്റ് എനിക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിപ്പിക്കുകയാണ്. അത് ദാഹത്തിലും വിശപ്പിലും ലൈംഗികമായ ഉദ്ദീപനങ്ങളിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ ത്രസിപ്പിക്കുമ്പോൾ ഇത് ഹുദൂദുള്ള, ഇത് അള്ളാന്റെ വിധിവിലക്കുകളാണ്, ഇതിനെ മാറിയും മറിഞ്ഞും അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വട്ടത്തിനുള്ളിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. അതിന് പരിശീലിപ്പിക്കുകയാണ്, അതിനെ പാകപ്പെടുത്തുകയാണ്, അതിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് നമുക്ക് അതിലേക്ക് പോകാൻ കഴിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ഇത്ര സന്തോഷത്തില് ഈ ജുമായക്കൊക്കെ ഇവിടെ വന്ന് നല്ല കാർപ്പറ്റുള്ള, ചാഞ്ഞിരുന്ന് ഉറങ്ങാൻ പറ്റിയ രൂപത്തിൽ അത്യാവശ്യം AC ഉള്ള, ഫാനുള്ള, നല്ല ഒരു സുഗന്ധമൊക്കെ ഇവിടെ ആകെ പരിലസിക്കുന്ന അത്ര സുഖത്തിൽ നമ്മളിരുന്ന് നിസ്കാരവും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ നിസ്കാരം പോട്ടെ, ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത കുറേ മനുഷ്യന്മാർ, കുറേ കുട്ടികൾ. ഇന്നിപ്പോൾ കണക്ക് പ്രകാരം 10,000-കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ സൗകര്യത്തിനിടയിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു സാധനം കൂടിയാണ് പറയുന്നത്. കാര്യം നോമ്പ് വരുന്നുണ്ട്, നമ്മൾ അതിൻ്റെ മാവും മറ്റുമൊക്കെ വാങ്ങാനും നോമ്പിനെ വലുതാക്കാനും ഒക്കെ ഉള്ള തിരക്കിലാണ്. അത് കഴിഞ്ഞാൽ പെരുന്നാൾ വരുന്നുണ്ട്, വസ്ത്രത്തിൻ്റെ ഷോപ്പിങ്ങിൻ്റെയും ഔട്ടിങ്ങിൻ്റെയും ഒക്കെ തിരക്കിലാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരുപക്ഷെ നാളേക്ക് നമുക്കും വന്ന് ഭവിക്കാവുന്ന ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ മറന്നിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ, ശഅബാനിലെ പവിത്രമായ ദിവസങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണം ഇവർക്ക് വേണ്ടി. അതിനപ്പുറത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ അർത്ഥത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ, അത് അമേരിക്കയാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും അവരുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജിഹാദ്. ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു ജിഹാദ് അതാണ്. രണ്ടാമത്തെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി നല്ലവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളത്. നിങ്ങളൊന്ന് നോക്ക്, ആരോൺ ബുഷ്നൽ, ഈ പേരിന്നിപ്പോ എല്ലാവർക്കും അറിയാം. ആരാ? ഒരു അമേരിക്കക്കാരൻ, 25 വയസ്സുള്ള, അവരുടെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ഇതിലെ ആ എയർഫോഴ്സിലെ വലിയ ഉദ്യോഗസ്ഥൻ, ഏറ്റവും നല്ല ട്രെയിനിങ് പൂർത്തിയായിട്ട് കോടികളുടെ വരുമാനമുള്ള ആള്. ഒന്നും ആലോചിക്കാനില്ല, അടിച്ചു പൊളിക്കാം, അർമാദിക്കാം, അങ്ങനെയൊക്കെയുള്ള ജീവിതം തൻ്റെ മുന്നിലുള്ളപ്പോൾ ആ മനുഷ്യൻ അല്പം പെട്രോൾ കൊടുത്തിട്ട് ഇസ്രായേലിന്റെ എംബസിയുടെ മുമ്പിൽ, വാഷിങ്ടണിലെ ഇസ്രായേൽ എംബസിയുടെ മുമ്പിൽ ചെന്നിട്ട് തലയിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ചിട്ട്, ആ പെട്രോൾ ഒഴിച്ചിട്ട് ഫ്രീ ഫലസ്തീൻ, ഫ്രീ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജനതയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ അറബി തമ്പുരാക്കന്മാർ ലജ്ജ തോന്നുക, അവരൊന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയം കാണുന്നില്ല, അതിനു പോലും പേടിക്കുക. ആ സമയത്ത് ഈ ലോകത്ത് നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടക്കുമ്പോൾ, ഒരു വംശഹത്യ നടക്കുമ്പോൾ അതിനോട് എനിക്ക് രാജിയാകാൻ കഴിയില്ല, ഞാൻ അതിൻ്റെയൊക്കെ ഒരാളായി പോയല്ലോ എന്ന കുറ്റബോധം കൊണ്ട് തൻ്റെ സ്വത്ത് മുഴുവൻ ഫലസ്തീൻ മക്കൾക്ക് എഴുതി വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആത്മാഹുതി ചെയ്യുമ്പോൾ കാര്യം നിസ്സാരമല്ല, വലിയൊരു സംഗതിയാണ്. ജനങ്ങളുടെ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളുടെ മനസ്സിൽ ഒരു ചിന്തയിലുണ്ടോ അതിൻ്റെ ഇടയിൽ? അങ്ങേർക്ക് ഇതൊക്കെ കൂടെ ചിന്തിച്ച്, ഇതൊക്കെ കൂടെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി ഞാൻ എന്തിനോ മനുഷ്യനായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവസാനം ചെയ്ത ഒരു കടുകയാണ്. ഞാൻ പറയണത് അങ്ങനെ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞത്. ആ ഒരു കുറ്റബോധം, ആ ഒരു വല്ലാത്തൊരു വികാരം നമ്മെ മതിക്കുന്നുണ്ടോ? അത് നമ്മുടെ പ്രാർത്ഥനകളായിട്ട് നിർഗളിക്കട്ടെ. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കുന്നതിനും തിന്മ എന്ന് പറഞ്ഞാൽ അത് നശിക്കാൻ തന്നെ ഉള്ളതാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്.
അലക്സാണ്ടർ ഈ ഡയോജനസിനെ കാണാൻ വേണ്ടിയിട്ട്, അലക്സാണ്ടറിനെ കാണാൻ വേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ പായാണ്. ആ സമയത്ത് ചോദിച്ചാ എങ്ങടാ, കുറെ ആളുകൾ അങ്ങനെ പോവുക. അപ്പൊ അലക്സാണ്ടർ ചോദിച്ചു അവരൊക്കെ എങ്ങടാ പോണെന്ന് ചോദിച്ചപ്പോ ഡയോജനസ് പറയുന്ന വലിയൊരു തത്വചിന്തകനുണ്ട്, ആശാനെ കാണാൻ പോവുക. അപ്പൊ പറഞ്ഞു അയാളോട് എന്നെ വന്ന് മുഖം കാണിക്കാൻ പറയും, ഞാൻ മാസിഡോണിയയിലെ ചക്രവർത്തിയല്ലേ, എന്നെ വന്ന് മുഖം കാണിക്കാൻ പറയും. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഡയോജനസ് പറഞ്ഞു ഈ അലക്സാണ്ടർ എന്ന് പറഞ്ഞ വലിയൊരു ചക്രവർത്തിയെ കാണേണ്ട ആവശ്യം എനിക്കില്ല, അയാൾക്കാണ് എന്റെ ആവശ്യം കാണേണ്ടത്, ആവശ്യമുണ്ട്. എന്നിട്ട് എനിക്ക് ഓമ്പടെ വന്നോട്ടെ, വന്ന് കണ്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല, അയാളെ കാണേണ്ട ആവശ്യം എനിക്കില്ല. ഒരു സാധാരണ മെമ്പർ നമ്മളെ കാണണം പറഞ്ഞാല് നമ്മൾ പായില്ലേ, ഒരു MP MLA നിന്നിട്ട് ഒരു സെൽഫി എടുക്കാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ലോകം മുഴുവൻ ആട്ടിപ്പടക്കുന്ന ഒരു ചക്രവർത്തി വിളിച്ചപ്പോ അയാളൊന്ന് മുഖം കാണിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറഞ്ഞപ്പോ പോയി പഴി നോക്കി ചങ്ങായി വേണമെങ്കിൽ വന്ന് കണ്ടോ എന്ന് പറയാനുള്ള ഇത് ജീവിതത്തിന്റെ ഒരു വീക്ഷണമാണ്. അവസാനം അലക്സാണ്ടർ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈ ആശാൻ എന്തോ തെരയ, എന്താ തെരയെന്ന് ചോദിച്ചു. നിന്റെ അപ്പൻ ഫിലിപ്പിന്റെ എല്ല് തെരയാണെന്ന് പറഞ്ഞു. അലക്സാണ്ടറിന്റെ അച്ഛനെ നിന്റെ അപ്പൻ ഫിലിപ്പിന്റെ എല്ല് ഞാൻ തെരയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവിടെ കുറെ പട്ടിന്റെയും പൂച്ചന്റെയും എല്ല് കിടക്കണ്ടോ, അതിൽ നിന്റെ വാപ്പാന്റെ എല്ലാതാ നോക്ക്. അപ്പൊ നീ അഹങ്കരിക്കണമെന്ന് കണക്കാക്കണ്ട, നാളെ നീയും ഇങ്ങനെയാണ്. ഈ അവസ്ഥയിലേക്കാണ് നീ വരിക. അതുകൊണ്ട് വലിയ നെഹ്ലിക്കലൊന്നും മാറ്റി ഇത് പറയാൻ കഴിയണമെങ്കിൽ ജീവിതത്തെ കുറിച്ചൊരു വീക്ഷണവും കാഴ്ചപ്പാടും വേണം. ചില താല്പര്യങ്ങളാണ് ഇവരെ കൈകെട്ടി നിർത്തുന്നത്. അവരുടെ മുമ്പിൽ പഞ്ചപുച്ചമണിക്ക് ഒച്ചാനിച്ച് നിൽക്കുന്നത് താല്പര്യങ്ങളാണ്. ഇതിനെതിരെ വർത്തമാനം പറയാൻ ഭയപ്പെടുന്നത് താല്പര്യങ്ങളാണ്. താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഈ അർത്ഥത്തിൽ ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന ആളുകൾക്ക് അതിനുവേണ്ടി നിലകൊള്ളാൻ കഴിയും. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ ആരോൺ ബിഷ്ണൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ രക്ഷിക്കുമാറാകട്ടെ. അവർക്ക് അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസവപുരാൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ.